കല്യാണം കഴിഞ്ഞ് എൻ്റെ പെങ്ങൾ അങ്ങനെയാണ്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മ അങ്ങനത്തെ കുറേ കഥകൾ ചിലപ്പോൾ നമ്മൾ ഫിലിമിൽ നിന്ന് കണ്ടിട്ടുണ്ടാവാം, ചിലപ്പം ചില മെസ്സേജസിൽ നിന്ന്, വാട്സപ്പ് ഫോർവേഡ് മെസ്സേജസിൽ നിന്ന് കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ കസിൻസ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഉപദേശമായിട്ട് കിട്ടിയ കാര്യങ്ങൾ. അത് നമ്മൾ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സെറ്റൊന്നും ആയിരിക്കില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നമ്മുടെ ഉള്ളിൽ ചില സാധനങ്ങൾ കുത്തിക്കയറ്റി തരും. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാത്ത പ്രായത്തിൽ, അതായത് 8 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരുമായിട്ടാണോ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയായിട്ടാണോ അല്ലെങ്കിൽ ആരുമായിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. എന്തെങ്കിലും ഒരു ചിലപ്പം നിങ്ങളുടെ ഉപ്പൻ്റെ ഉമ്മ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആ ഒരു ഫിഗറിൽ നിൽക്കുന്ന, ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗറിൽ നിൽക്കുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ട്, ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട്. അത് പാസ്റ്റിലുള്ളത്, ഇപ്പം ഉള്ളതുണ്ട്, ബട്ട് അതിനേക്കാൾ ബിഹൈൻഡ് ആയിട്ട് പാസ്റ്റിലുള്ളത്. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിശ്വാസം. അപ്പം നിങ്ങളോട് ഒറ്റയടിക്ക് ഞാൻ ചോദിക്കുകയാണ്, വിവാഹ ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ലൈഫാണോ അടിപൊളി, കല്യാണത്തിന് മുന്നേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ്? അപ്പൊ പൊതുവിൽ മെജോറിറ്റി ഓഫ് കുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ പോയി മോളെ കാര്യം. ഇതൊരു ഡയലോഗാണ് പൊതുവേ നമുക്ക് കിട്ടുന്നത്. അതിന്റെ മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു വെച്ചേക്കിട്ടോ, കഴിഞ്ഞാൽ ഇതൊന്നും നടക്കൂല, ഈ രീതിയിൽ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ഒരൊറ്റ കമന്റ് മതി ഒരാളെ ഉള്ളിൽ ബ്ലോക്ക് ആയിട്ട് കയറാൻ. ഓൾറെഡി നമ്മുടെ ഉള്ളിൽ എന്ത് വിശ്വാസം വന്നു, കല്യാണം കഴിഞ്ഞാൽ ഇപ്പം എന്തായാലും ഇതാണ് അവസ്ഥ. ഈ ഒരു ഇമേജും വെച്ചിട്ട് പണ്ട് ആരോ പറഞ്ഞ കഥയിലെ അല്ലെങ്കിൽ കേട്ട കഥയിൽ എനിക്കിത് പറയുമ്പോൾ മണിച്ചിത്രത്തായി സിനിമയിലെ മറ്റേ മോഹൻലാലിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. ആരോ പറഞ്ഞ കഥയിലെ മറ്റേ ഈ ശോഭനക്ക് വന്നിട്ടുള്ള ഒരു സംഗതി ഉണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആദ്യമേ ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭർത്താവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ള തരത്തിൽ. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് ലൈഫ് ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ സബ് കോൺഷ്യസിൽ എന്ത് കയറിയിട്ടുണ്ടാവും, ഇത്തരത്തിലുള്ള ഫിയറും കാര്യങ്ങളൊക്കെ കയറി കിടക്കുന്നുണ്ടാവും, കുറെ ബ്ലോക്കുകൾ ഉണ്ടാവും. ഇത് വെച്ചോണ്ടിട്ടാണ് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത്. അപ്പം ലൈക്ക് അട്രാക്ട് ലൈക്ക് എന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ സബ് കോൺഷ്യസിലുള്ള തോട്ട് എന്താണോ അത് ഇതുമായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് അവരിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള, അവരിൽ ഒരുപാട് പോസിറ്റീവ് സാധനങ്ങൾ ഉണ്ട്, അതിനെ നമുക്ക് കാണാൻ പറ്റൂല. അവരിലുള്ള നെഗറ്റീവ്സ് നമ്മളിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. അവർ ചെയ്യുന്ന നെഗറ്റീവ്സിനെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാനും എഫക്ട് ചെയ്യാനായിട്ടും തുടങ്ങും. അപ്പൊ അത് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തി കളയുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പം ഈ ഒരു കാര്യം ആണ് നമ്മൾ ബിലീഫ് എന്ന് പറയുന്നത്. നമ്മുടെ ബിലീഫിനെ നമ്മൾ കണ്ടെത്തണം. എന്താണ് എൻ്റെ പാസ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യം. അത് ഓരോരുത്തരുമായിട്ടും ഭർത്താവിൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള പിക്ചർ എന്താണ്, ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പെങ്ങൾ അങ്ങനെ ആവണം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എവിടെയോ കേട്ട ആരോ നിന്റെ സ്റ്റോറി ഭയങ്കരമായിട്ട് ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഉള്ള തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഫീൽ ആയ കാര്യങ്ങളായിരിക്കും, നമ്മൾ അറിയാതെ എന്തായിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ റെക്കോർഡായി പോയിട്ടുണ്ട്. അപ്പം ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് എഴുതുക. രണ്ടാമത്തത് അതിന്റെ ബ്ലൂ പ്രിന്റ് ഫൈൻഡ് ചെയ്യുക, അതിന്റെ പിക്ചറും ഇമോഷനും എന്താണെന്നുള്ളത് കണ്ടെത്തുക. മൂന്നാമത്തത് അതിന്റെ പിന്നിലെ വിശ്വാസം, ബിലീഫ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. നാലാമത്തത് റീപ്രോഗ്രാം ദ ബ്ലൂ പ്രിന്റ്, നമ്മുടെ ബ്ലൂ പ്രിന്റിനെ റീപ്രോഗ്രാം ചെയ്യാം. എങ്ങനെയാണ് ബ്ലൂ പ്രിന്റിനെ റീപ്രോഗ്രാം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാസ്റ്റിലുള്ള കുറേ എക്സ്പീരിയൻസ് നമുക്കുണ്ടല്ലോ. ഒന്ന് ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഉണ്ട്, അതവിടെ കിടക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച കുറേ വിഷമങ്ങൾ ഉണ്ടല്ലോ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട്, അവിടെ നിങ്ങളുടെ ഉമ്മാന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ഉള്ളിൽ പോസിറ്റീവ് സാധനത്തെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് പിന്നീട് പോസിറ്റീവായിട്ടുള്ള കിട്ടുള്ളൂ. ഇത് ഈസി അല്ല എന്നുള്ളത് അറിയാം, പക്ഷെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതിനാണ് നമ്മൾ എന്താണ്, നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാം ടൂൾസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറയാനായിട്ടുള്ള റീസൺ. അപ്പം ഈ തരത്തിൽ നമ്മൾ ടൂൾസിനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ ഒരു ചേഞ്ച്
ഈ ബ്ലൂ പ്രിന്റിനെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമേജിനെ പോസിറ്റീവ് ആക്കുക. അതിന് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യാന്ന് പറയും. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫിനെ മൈൻഡിൽ നന്നായിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കുക. ചിലപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് ഇതൊക്കെ പോസിബിൾ ആവുമെന്ന് തോന്നും, ബട്ട് പോസിബിൾ ആണ്. കാരണം അത്രയും റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്, വെറുതെ അല്ല. അപ്പൊ ഇവിടെ തന്നെ എന്താ പറയാ, ലൈവ് എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ. അപ്പം ആ നെഗറ്റീവ് ആയിട്ടുള്ള ഇമേജിനെ മാറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷനെ മാറ്റി നല്ല പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻസ് കൊടുക്കണം. അത് പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓൾസോ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഉള്ളിൽ നിന്ന് ക്ലിയർ ചെയ്യണം. അപ്പം ഈ 4 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസിനെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുക. അപ്പം ഒറ്റയടിക്ക് നാളെ തന്നെ ആ ചേഞ്ച് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എപ്പോഴാണോ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ക്ലിയർ ആവുന്നത്, അപ്പം മുതൽ അവരിൽ ചേഞ്ചസ് കാണാൻ തുടങ്ങും. ഇത് ഇത്രയും ഉറപ്പോടെ പറയാൻ കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലൈഫിൽ തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. മീൻസ് ഇപ്പം എൻ്റെ ടീമിലുള്ള ആളുകൾ ആരാണ്, അവർ ആദ്യം വിൻവുമൺ മൈൻഡ് സെറ്റിൽ പാർട്ടിസിപ്പൻസ് ആയിരുന്നു. അവർക്ക് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് അവരൊന്ന് ചേഞ്ച് ആയപ്പം അവരിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡ്രീമും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് അവർ കാര്യങ്ങൾ ചെയ്ത് ഫൊഗീനസ് പോലെയുള്ള റീപ്രോഗ്രാമിംഗ് ടൂൾസുകൾ നന്നായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പം ആ മാറ്റങ്ങൾ അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഈ രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുള്ളത്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കതിനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാണ്. ജസ്റ്റ് ആ ഒരു ഇമോഷനെ ക്ലിയർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ജേർണലിങ് എഴുതാം, അതായത് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ഇമോഷൻസിനെയും എഴുതുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. എഴുതുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും ഇത് ഏറ്റവും ബെസ്റ്റ് നിങ്ങളൊരു മെൻറ്ററിൻ്റെ അണ്ടറിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇമോഷണൽ ഷിഫ്റ്റിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മെൻറ്റർ നിങ്ങളുടെ കൂടെ വേണം. അപ്പം ആ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഇമോഷനെ എക്സ്പ്രസ് ചെയ്ത് ക്ലിയർ ചെയ്ത് എന്താണ് ജേർണൽ ചെയ്ത് അതിനെ കളയുന്ന ഒരു രീതി. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ഫൊഗീനസ് ജേർണലിങ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു ടെക്നിക്സിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, ഈ ഒരു ഇൻലോസുമായിട്ടുള്ള പ്രോബ്ലംസിനെ, ഇൻലോസ് എന്നല്ല ആരുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഏത് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുക ഈ രീതിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിനെങ്ങനെ കറക്റ്റായിട്ട് അതിനുള്ള ഫോളോ അപ്പുകൾ കൊടുത്ത് അതിനുള്ള കറക്റ്റായിട്ട് ചെയ്തിട്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചേഞ്ച് ആവില്ല. അതുകൊണ്ടാണ് നമ്മുടെ സെഷൻസ് മിനിമം 1 മന്ത് എന്ന് പറയാൻ കാരണം. ഒരു കൺസൾട്ടേഷൻ കൊണ്ട് ചേഞ്ച് ആവുന്ന ഒരു വിഷയമേ അല്ല. കാരണം ഈ നമ്മുടെ ഉള്ളിൽ തറഞ്ഞു കിടക്കുന്ന ഒരു സാധനത്തെ മാറ്റാൻ ഒറ്റയടിക്ക് പറ്റൂല. ചില ആളുകൾക്ക് ഫോഗീവ് ചെയ്യാനുള്ള മനസ്സ് പോലും ഫസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ചെയ്യൂല, എനിക്ക് പറ്റൂല എന്നുള്ള രീതിക്ക്. അത് ആദ്യം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരെത്തണം. അത് എന്നിട്ട് ഈ പ്രോബ്ലംസിനെ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം, അതിനെ ഫൊഗീവ് ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഈ ഒരു തരത്തിലാണ് എന്താണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ കാര്യങ്ങൾ വരുന്നത്. റിലേഷൻഷിപ്പിന്റെ പാർട്ട് മാത്രമാണ് ഈ രീതിയിൽ. നമ്മൾ മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്തിട്ട് പോകുന്നത്. ഒന്ന് ഇമോഷണൽ ബാലൻസ്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് അതിന് ഇമോഷൻസ് ഉണ്ടാവില്ല. ഒരിക്കലും നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് അത്രയും അവരുമായിട്ട് ബന്ധപ്പെട്ട് ബാഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് വെറുപ്പ് വരാനൊക്കെ ആയിട്ടുള്ള റീസൺ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഇമോഷനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യണ്ടേ. അപ്പം അത്രയും വിഷമമായതുകൊണ്ടല്ലേ നമുക്ക് അവരോട് വെറുപ്പ് തോന്നുന്നത്. അപ്പം ആ വെറുപ്പ് മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ഇമോഷനെ റെസ്പെക്ട് ചെയ്തിട്ട് ആ ഇമോഷനെ ആദ്യം ക്ലിയർ ചെയ്യണം. പല ആളുകളുടെയും പ്രശ്നം ഇമോഷൻസിനെ സപ്രസ് ചെയ്യും. ഒന്ന് കരയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആ എന്നുള്ള രീതിയിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യൂല. അത് ഭയങ്കര കേടാണ്. നമ്മൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ അപകടകരമാണ് സപ്രസ് ചെയ്യുന്നത്, ഉള്ളിൽ വെക്കുന്നത്. അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുകഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്സിൽ എത്തുമ്പോൾ അത് പൊട്ടിത്തെറിക്കും, ഉറപ്പാണ്. അപ്പൊ പൊട്ടിത്തെറിക്കാതെ നമുക്ക് അതിനെ മെല്ലെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ജേർണലിംഗ് പ്രാക്ടീസിലൂടെ തന്നെ കൊണ്ടുപോകണം. അപ്പൊ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുക ഇമോഷണൽ ബാലൻസിനാണ്. അപ്പം ഓരോ ബാച്ചിൽ വരുന്നവരും ഫസ്റ്റ് അത്രയും ഇമോഷണലി വീക്ക് ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് എത്തുക. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അവരെ അതിൽ നിന്ന് എങ്ങനെ ഒരു നോർമൽ രീതിയിലേക്ക്, ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചതികളോ അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളോ നേരിട്ടിട്ടുള്ള ആളുകളൊക്കെ അവരോട് ഫസ്റ്റ് തന്നെ പോയിട്ട് ഡ്രീമിനെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് ആദ്യം വേണ്ടത് ആ വിഷമത്തെ കേൾക്കാൻ ഒരാളാണ്, അല്ലെങ്കിൽ ആ വിഷമത്തെ കൺസിഡർ ചെയ്യാൻ ഒരാളാണ്.
അപ്പൊ ആ രീതിയിൽ ആദ്യം നമ്മൾ ഇമോഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുക, അതിനെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. ദെൻ സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലും അവിടെ ഒരു ഏത് പാത്രത്തിൽ നിന്നാണെങ്കിലും ഒഴിവായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പേസ് വരുന്നുണ്ടല്ലോ. ആ സ്പേസിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഗോൾ സെറ്റിംഗ് എന്ന് പറയാനുള്ള റീസൺ അതാണ്. നമ്മൾ പ്രശ്നങ്ങളിൽ കറങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് പോകണം. ഇപ്പൊ പല ആളുകൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, കൂടുതലായിട്ട് പ്രശ്നങ്ങൾ എഫക്ട് ചെയ്യാത്തത് ചിലപ്പോൾ അവർ ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റികൾ പുറമെ ചെയ്യുന്നവരായതുകൊണ്ട് കുറെ കൂടി അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അല്ലാത്ത പക്ഷം വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അപ്പം ഗോൾ സെറ്റിംഗ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വരുന്നത് ഗോൾ സെറ്റിംഗ് ആണ്. തേർഡ് വരുന്നത് എന്താണ്, റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യുക. സക്സസ് എന്ന് പറയുമ്പോൾ അവിടെ ഗോള് സെറ്റ് ചെയ്യൽ മാത്രമല്ല, നമുക്ക് സാലറി ഉണ്ടാവുക, ജോലി ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല, അവിടെ റിലേഷൻഷിപ്പ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഹെൽത്ത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, വെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്യും. ദെൻ നാലാമത് വരുന്നത് മണി മൈൻഡ് സെറ്റ്. മണി എന്ന് പറയുന്നത് 90% മൈൻഡ് സെറ്റ് ആണെന്ന് അറിയാം. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന മണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോബ്ലവും 90% നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. അതിനെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളിലേക്ക് മണി ഫ്ലോ ചെയ്യുള്ളൂ. അപ്പം ഈ 4 ഏരിയകളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക വിൻ വുമൺ മൈൻഡ് സെറ്റിൽ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ചേഞ്ച്, എനിക്കിത് പറയാനേ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇത് കേൾക്കാനേ പറ്റുള്ളൂ. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫോർഗിവ്നെസ് എങ്ങനെ, അതിനെ ക്ലിയർ ചെയ്യാനുള്ള ടെക്നിക്സും കാര്യങ്ങളും നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ അങ്ങനെ മുന്നേ സെഷൻ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ അറ്റൻഡ് ചെയ്തവരൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അതങ്ങനെ ചെയ്തിട്ട് പോവാം. അല്ലാത്തവനാണെങ്കിൽ കൃത്യമായിട്ട് അത് എന്താണെന്നുള്ളത് പഠിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എല്ലാത്തിനും ഒരു കറക്റ്റ് വേ ഉണ്ടല്ലോ, അതിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോവാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം അതിന് മുന്നേ നമ്മുടെ 100 days കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, ഇവർ ഈ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്. എന്തൊക്കെ ചേഞ്ചസ് അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അവരിൽ നിന്ന് അറിയണമല്ലോ. അപ്പം അവരുടെ ജേർണി എങ്ങനെയായിരുന്നു, മുന്നേ 100 days മുന്നേ എങ്ങനെ, ഇപ്പം എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് നമുക്ക് അവരിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ സുൽഫത്ത് മാം ഇവിടെ ഉണ്ടോ? മാം ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഓക്കെ ഹലോ ഓക്കെ ഹലോ പറഞ്ഞോളി. ഹലോ കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കാര്യമായിട്ട് തന്നെ ഒന്ന് ഫിയർ മാറി ഇങ്ങനെ പറയാനും സംസാരിക്കാനുള്ള. പിന്നെ അതിങ്ങനെ നമ്മള് ഒന്നും മാരേജിന് ശേഷം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു ഇതിന്റെ ഉള്ളില് ഒതുങ്ങിപ്പോയി. ഫിയർ തന്നെ ആയിരുന്നു കാരണം. ഇപ്പോൾ മാമ പറഞ്ഞപ്പോഴാണ് നമ്മുടെ തിങ്കിങ് ഈ ടൂളൊക്കെ ചെയ്തപ്പോ എനിക്ക് അതൊക്കെ പോയി. ഫസ്റ്റ് തന്നെ ചെറുതാവലെ ഇങ്ങനെ ഉമ്മമാരിങ്ങനെ പറയല്ലോ, കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അവിടെ വീട്ടിൽ ഒടുങ്ങിയിരിക്കണം, അവിടെ അങ്ങനെ ആയിരിക്കണം. അപ്പൊ ആ ബിലീഫ് നമ്മള് ഇതിലിങ്ങനെ കേറുന്നതാണ്. പിന്നെ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പിന്നെ വെറുതെ ആക്ട് ചെയ്യുന്നതാണ് കുറെ കാര്യങ്ങൾ. ഇപ്പൊ അതൊക്കെ ശരിയായി. ഇപ്പൊ ഇമോഷണലി നല്ല ബാലൻസ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ അങ്ങനെ കോർ ചെയ്ത് അത് എന്താണ് എസൻസ് മാത്രം അവിടെ വരെ എത്താൻ കഴിയുന്നു. കുറെ കാര്യങ്ങൾ സ്വയം തീരുമാനിക്കാൻ പറ്റുന്നുണ്ട്, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ ആരോടും ഡിസ്കസ് ചെയ്യാതെ തന്നെ ചെയ്യാൻ പറ്റുന്നു. പിന്നെ ആകെ ടോട്ടല് ഫാമിലിനെയൊക്കെ നല്ല, മക്കളുമായിട്ടും ഒക്കെ നല്ല റിലേഷൻഷിപ്പില്, ഹസ്ബൻഡായിട്ടും പിന്നെ ഫാമിലി ആയിട്ടും. ഇപ്പോ കുറെ മുന്നുണ്ടായിരുന്ന ഫ്രണ്ട്സ്, കുറെ ഡിസ്റ്റൻസ് റിലേറ്റീവ്സ് വരെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ കുറെ റിസൾട്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഇതുപോലെ തിങ്ക് ചെയ്യും, എന്തുകൊണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ അതിലെന്തെങ്കിലും ഫോർഗിവ്നെസ് ഉണ്ടെങ്കിൽ ഫോർഗിവ്നെസ് അതിനു വേണ്ടി മാത്രം ചെയ്യും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് അത്
നല്ല പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ തന്നെയായിരുന്നു. അന്ന് സെപ്റ്റംബർ ചെയ്തതിനു ശേഷം ഇതുവരെ ടോട്ടലി അങ്ങനെ ഹോർമോൺ ചേഞ്ചിന് ആ പീരീഡ് സമയത്ത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ കുറച്ചെങ്കിലും നെഗറ്റീവ്സ് വരാറുള്ളൂ. അതിൽ തന്നെ കുറെ വ്യത്യാസമുണ്ട്. ബോഡി പെയിനിങ്ങില്, ബോഡിന്റെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. ടോട്ടൽ മൊത്തം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. താങ്ക് യു നജിത. നല്ല ഓക്കെ നല്ല അടിപൊളിയായി. ഇനി എല്ലാവർക്കും ജോയിൻ ചെയ്യാം. കാരണം ഞാനൊക്കെ മാറിയെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. മാറ്റങ്ങൾ ഒരുപാട് വരും. ഓക്കെ താങ്ക് യു മാം. എന്നായിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ വരുമല്ലോ, കാരണം അത്രയും ഓർഗനൈസ് ഉണ്ടാവില്ല. ഓക്കെ താങ്ക് യു. നെക്സ്റ്റ് താങ്ക് യു. അഫർ ഇവിടെ ഉണ്ടോ? അഫറിനെ കാണുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അഫർ സംസാരിച്ചോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ മക്കളുണ്ട് കൂടെ, ചെറിയ സൗണ്ട് ഉണ്ട്. കുഴപ്പമില്ല. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ 100 ഡേയ്സ് ചലഞ്ച് ചെയ്തപ്പോഴേ. അന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ അന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആ ഒരു കൗതുകത്തിൽ തന്നെയാണ് ചെയ്തത്. ഇതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ചെയ്ത് അപ്പൊ മാറ്റം വന്നു നമ്മളിങ്ങനെ സെഷനിലൊക്കെ പിന്നെ അനുഭവങ്ങൾ പറയണ കേൾക്കണാണല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തത് തന്നെയാണ്. അപ്പൊ അൽഹംദുലില്ലാ അതിനുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അതിനായിട്ടൊരു ബുക്ക് തന്നെ ക്ലാസ്മേറ്റിന്റെ വലിയൊരു നോട്ട്ബുക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അതൊരു ഹാബിറ്റായി മാറി. ആ ഒരു ബുക്ക് എടുത്തിരിക്കുകയാണ് ഞാൻ. എന്നും രാത്രിയാണ് ഇത് എഴുതാറുള്ളത്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. എപ്പോഴും ഇനിയിപ്പോ എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം കേൾക്കുമ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും അത് മനസ്സിൽ തന്നെ വരും. ഭയങ്കര സന്തോഷം ഉണ്ട്. അൽഹംദുലില്ലാ ഇങ്ങനെ ഒരു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ സന്തോഷം. അപ്പൊ ഓക്കെ ആദ്യം താങ്ക്സ് പറയുന്നത് നജിത മാമിനും എന്റെ ഫ്രണ്ട് ഹസ്നയോടാണ്. താങ്ക് യു. അപ്പം എപ്പോഴും ഓക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാവും എല്ലാരും. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, എന്താ പറയാ, നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 100 പേരുണ്ടായിരുന്നു. സെഷൻ കഴിഞ്ഞ് അവരെല്ലാരും എന്ത് ചെയ്തു, ഒറ്റയടിക്ക് എന്താ പറയാ സെഷനും വിട്ടിട്ട് പോയി. പക്ഷെ നിങ്ങൾ ഇത്രയും നേരം ഇരുന്നല്ലോ, അപ്പം നിങ്ങൾക്ക് എന്താ പറയാ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ എല്ലാ ആഴ്ചയിലും മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ ആ മെഡിറ്റേഷൻ നമ്മൾ ഇപ്പാണ് തരുന്നത്. അപ്പം എന്താ പറയാ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നവർക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പം ഷഹല നെയ്യ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക ഗ്രൂപ്പിലേക്ക് ആരെങ്കിലും മെഡിറ്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ എല്ലാ ആഴ്ചയും നമ്മൾ മെഡിറ്റേഷൻ തരാറുണ്ട്. ഫസ്റ്റ് ആണ് നമ്മൾ പൊതുവേ മെഡിറ്റേഷൻ പ്ലേ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ മെഡിറ്റേഷൻ ആണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ നമ്മുടെ ഇമോഷനൊക്കെ ഒന്ന് എക്സ്പ്രസ് ചെയ്തിട്ടൊന്ന് എനിക്ക് പറയാനുള്ളത്, ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഇരിക്കാം.